തിരുവനന്തപുരം കേശവദാസപുരത്തിന് സമീപം, അതായത് കേശവദാസപുരം ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ മോസ്ക് ലൈൻ വഴിയോ ദേവസ്വം ലൈൻ വഴിയോ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താവുന്നതാണ്. ഇതാ ഈ കാണുന്ന നല്ല വൈഡായിട്ടുള്ള റോഡ് ഫ്രണ്ടേജ് അരിയത്തായിട്ട് 5 സെൻറ്റിൽ 2250 സ്ക്വയർ ഫീറ്റ് വരുന്ന പൂർണ്ണമായിട്ടും ഇഷ്ടികയിൽ നിർമ്മിച്ച ഫുൾ ബ്രാൻഡഡ് മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടുള്ള അടിപൊളി ഒരു വീട് വിൽപ്പനയ്ക്കുണ്ട്. ശരിക്കും ഈ പ്രോപ്പർട്ടി ഒരു TC ആണ്, പക്ഷേ 2 ഇലക്ട്രിക്കൽ കണക്ഷൻ, 2 വാട്ടർ കണക്ഷൻ, അങ്ങനെ 2 യൂണിറ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഒന്നിച്ച് ഒരു ഫാമിലിക്ക് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിലും ഉപയോഗപ്പെടുത്താവുന്ന രീതിയിലാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ബാക്കി വിഷ്വൽസ് കാണാം. പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുമ്പോൾ മോസ്ക് ലൈൻ വഴി കയറി വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ താഴെ ആ വയലിൻ്റെ കരയിൽ അവിടെ ഒരു ജംഗ്ഷനിൽ വന്നേക്കും. അവിടെ നിന്ന് വീണ്ടും മേളിലോട്ട് കാണുന്ന റോഡ് കയറി വന്ന് കുറച്ചൊന്ന് കയറി വരുമ്പോൾ തന്നെ വലതുവശത്തായിട്ട് നമ്മുടെ ഈ പ്രോപ്പർട്ടി കാണാം. പക്ഷേ നിലവിൽ മോസ്ക് ലൈനിനകത്തും അതുപോലെ കൊച്ചുള്ളൂരിൽ നിന്ന് വരുന്ന ആവർ റോഡിലും ഇപ്പോൾ സീവേജിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ലൈൻസ് ക്ലോസ്ഡ് ആണ്. ഇപ്പം നിലവിൽ നിങ്ങൾ വരുമ്പോഴത്തേക്കും ദേവസ്വം ലൈൻ വഴി കയറി വരാം. ദേവസ്വം ലൈൻ വഴി വരുമ്പോഴത്തേക്കും ഒരു വയലിൻ്റെ കരയിൽ വരും. വയൽ ക്രോസ് ചെയ്തിട്ട് റോഡിൻ്റെ ഇടത്തോട്ട് വരുമ്പോഴത്തേക്കും ഒരു ജംഗ്ഷൻ, ആ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് ജസ്റ്റ് കയറി വരുമ്പോൾ തന്നെ നമ്മുടെ പ്രോപ്പർട്ടിയായി. ഇനി അതല്ല പാറോട്ടോണത്തോണെന്ന് വേണമെന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ വയലിൻ്റെ കരയിലൂടെ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താവുന്നതാണ്. കേശവദാസപുരം ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ മോസ്കിൻ്റെ അവിടെ നിന്ന് ഏകദേശം 3/4 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. ദേവസ്വം ലൈൻ വഴിയാണെന്നുണ്ടെങ്കിലും ഏകദേശം ഈ ഒരു സിമിലർ ഡിസ്റ്റൻസ് തന്നെ വരുന്നുണ്ടാവും. മുൻവശത്ത് നമുക്ക് 2 വണ്ടികൾ കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള മുറ്റമുണ്ട്. ഗേറ്റ് വന്നിട്ട് ഓട്ടോമാറ്റഡ് ഗേറ്റാണ്. അതുപോലെ നമുക്ക് അല്ലാണ്ടൊരു ഗേറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ മേളത്തെ യൂണിറ്റ് സെപ്പറേറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അല്ലാണ്ടൊരു സ്റ്റേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് ഉപയോഗിക്കേണ്ടെന്നുണ്ടെങ്കിൽ അകത്തൂടെ നമുക്ക് വേറെയും വാതിലും സ്റ്റേഴ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വീടിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം. നമുക്കിത് ഇങ്ങനെ നല്ല നീറ്റായിട്ടുള്ളൊരു വരാന്ത സ്പേസിൽ നിന്നാണ് ഉള്ളിലേക്ക് പോകുന്നത്. ചെരുപ്പൊക്കെ അവിടെ വെക്കാനായിട്ട് ഓൾറെഡി ക്യാബിനെല്ലാം തിരിച്ചിട്ടുണ്ട്. ഇത് അവരുടെ ഒരു സ്വന്തം ആവശ്യത്തിന് വേണ്ടി ചെയ്തതാണ് കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ബിൽഡറൊന്നുമല്ല, അദ്ദേഹം ഒരു ഗവൺമെൻറ് സർവൻ്റാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി ചെയ്തതാണ്. താഴെ താമസിച്ച് മേളിൽ വാടകയ്ക്ക് കൊടുക്കുക ആ രീതിയിൽ ചെയ്തിട്ടുള്ളൊരു വീടാണ് കേട്ടോ. അപ്പോൾ പിന്നീട് ഇതിപ്പോൾ ഒരു ആവശ്യത്തിൻ്റെ പുറത്ത് വിൽപ്പനയ്ക്ക് വേണ്ടി വെച്ചിട്ടുള്ളതാണ്. നല്ലൊരു റേറ്റിന് നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാം. മുൻവശത്തുള്ളതായി ജനൽ, അതുപോലെ തന്നെ വാതിൽ, കട്ടള, ഇതെല്ലാം തന്നെ ചെയ്തിട്ടുള്ളത് തേക്കിൻതടിയിലാണ്. നമുക്കിത് ബാക്കിയുള്ള ജനലിൻ്റെ എല്ലാം കട്ടളയെല്ലാം ചെയ്തിട്ടുള്ളത് ആഞ്ഞിലിയിലാണ്. കയറി വരുന്നത് നമ്മുടെ ലിവിങ് സ്പേസിലേക്കാണ്. ഇതാ ഇവിടെ ഒരു പാർട്ടിഷൻ ചെയ്ത് ആ പാർട്ടിഷനിലാണ് നമ്മുടെ TV യൂണിറ്റ് വെക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുള്ളത്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതാ ഇതുപോലെ കറക്കി എടുക്കാവുന്നതാണ്. ആ രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ആ സൈഡിലിരുന്ന് TV ആണെങ്കിൽ TV അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വയ്ക്കാവുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ ചെയ്തെടുക്കാം. അതിനെ ലോക്ക് ചെയ്യാനുള്ള പ്രൊവിഷനും ഉണ്ട്. ഇവിടെ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ഡൈനിങ് സ്പേസിലേക്കാണ്. കിച്ചൺ വരുന്നത് ഇതുപോലെ ഒരു ഓപ്പൺ കൗണ്ടർ കിച്ചണാണ്. കിച്ചൺ ഫുള്ളായിട്ട് മോഡുലാർ കിച്ചണിൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഏറ്റവും പ്രീമിയം മെറ്റീരിയൽസാണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. പൈപ്പ് ഫിറ്റിങ്സ് ആണെങ്കിൽ ജാഗ്വാർ, ഇതാ ഈ കാണുന്ന പോലെ ചിമ്മിനി എല്ലാം തന്നെ ഫേബറാണ്. ഇവിടെ എല്ലാം തന്നെ സ്റ്റോറേജ് സ്പേസ് കാണാം. ഇതാ ഇവിടെയൊക്കെ നോക്കിയേ ബ്രീത്തബിൾ ആയിട്ടുള്ള അടച്ചുകളാണ് നമുക്കിതാ ഇവിടെ എല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ രീതിയിൽ ഒത്തിരി അധികം സ്റ്റോറേജ് സ്പേസ് കാണാം. ഇപ്പം എങ്ങനെയാ വെച്ചാൽ ഇപ്പം ഫ്രൂട്ട്സ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ നമുക്ക് ഇതിനകത്ത് കീപ്പ് ചെയ്യാം. അതാകുമ്പോഴത്തേക്കും അതിൻ്റെ എയർ സർക്കുലേഷൻ കറക്റ്റായിട്ട് നടക്കുന്നുണ്ടാവും. ഇതാ ഇവിടെ എല്ലാം തന്നെ ഇതുപോലുള്ള പുൾ ഔട്ട്സ് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും പ്രീമിയം രീതിയിൽ തന്നെയാണ് നമുക്കിതിനകത്തുള്ള ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുള്ളത്. ഫ്രിഡ്ജൊക്കെ ഇതിനകത്ത് ഒതുങ്ങി നിൽക്കുന്ന രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അവിടെ എന്താ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമുക്ക് വർക്ക് ഏരിയ വരും. വർക്ക് ഏരിയയിലും അത്യാവശ്യം സ്പേഷ്യസ് ആണ്. ഇതാ ഇവിടെ നിന്ന് വീണ്ടും നമുക്ക് ആ സൈഡിലേക്ക് ഇറങ്ങാനുള്ള പ്രൊവിഷൻ ഉണ്ട്. പുറത്തായിട്ട് ഒരു ടോയ്ലറ്റ് സൗകര്യം ചെയ്തിട്ടുണ്ട്. അത് കാണിച്ചു തരാം. ഇതാ ഈ ഭാഗത്തായിട്ട് നമുക്ക് വെള്ളത്തിൻ്റെ സൗകര്യത്തിനായിട്ട് കിണറുണ്ട്. അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയുടെ കണക്ഷനും എടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ വർക്ക് ഏരിയയിൽ നിന്ന് ഈ സൈഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതാ ഇവിടെ പുറത്തായിട്ട് ഒരു ടോയ്ലറ്റ് സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റാഫോ അല്ലെങ്കിൽ സെർവൻ്റ് അങ്ങനെ അവർക്കൊക്കെ യൂസ് ചെയ്യാവുന്ന രീതിയിൽ ഇതിനെ ഉപയോഗപ്പെടുത്താം. നമുക്ക് ടോട്ടലായിട്ട് 4 ബെഡ്റൂംസാണ് വരുന്നത്. ഒരു നിലയിൽ 2 ബെഡ്റൂം വെച്ചിട്ടാണ് കേട്ടോ. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. ഇതാ ഈ രീതിയിൽ ഫുള്ളായിട്ട് കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇരിക്കാവുന്ന രീതിയിൽ പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താഴേക്കും സ്റ്റോറേജ് ഒരുക്കിയിട്ടുണ്ട്. ഇതാ ഇവിടെ ഒരു വർക്ക് ടേബിൾ, ഡ്രസ്സിംഗ് മിറർ, അതെല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. ഇതിന് നമുക്കൊരു കോമൺ ബാത്റൂമാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ബാത്റൂമിനകത്തുള്ള ഫിറ്റിങ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം പ്രീമിയം ഫിറ്റിങ്സ് ആണ്. ഇതെല്ലാം തന്നെ ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സ് ആണ്. അതുപോലെ ഗ്രോഹയുടെ ഫ്ലഷ് യൂണിറ്റ് ആണ്. ഈ കാണുന്ന പൈപ്പ് ഫിറ്റിങ്സ് എല്ലാം തന്നെ ജാഗ്വാറാണ്. ആ രീതിയിൽ പ്രീമിയം ഫിറ്റിങ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് അടുത്തൊരു ബെഡ്റൂം കാണാം. ഇതിനകത്താണെങ്കിൽ കട്ടിലെല്ലാം ഓൾറെഡി നമുക്ക് ചെയ്തിട്ടുണ്ട്. ഇൻറ്റീരിയർ വർക്ക് ചെയ്ത സമയത്ത് തന്നെ കട്ടിൽ, സൈഡ് ടേബിൾ, ഇതുപോലെ വർക്ക് ടേബിൾ, ഇവിടെ ആണെങ്കിൽ ഫുൾ ലെങ്തിൽ വലിയൊരു സൈസിൽ കബോർഡ് ചെയ്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെ ഈ ഭാഗത്തായിട്ട് സ്റ്റോറേജും ഇവിടെ മിറർ ഒരുക്കിയിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂമിനകത്ത് നമുക്ക് വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും തമ്മിൽ പാർട്ടിഷൻ എല്ലാം ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട്.
ഇതിനകത്തും സാനിറ്ററി വെയർസും ബാത്റൂം പൈപ്പ് ഫിറ്റിംഗ്സും എല്ലാം തന്നെ ജാഗ്വാറിന്റെ ഫിറ്റിംഗ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു ഫാമിലിക്ക് തന്നെ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വാതിൽ ക്ലോസ് ചെയ്യണ്ട. ഇനി അതല്ല 2 ഫാമിലിക്ക് ആക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ കയറി വന്ന് ഈ ഒരു വാതിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 2 സെപ്പറേറ്റ് യൂണിറ്റ് ആയി കേട്ടോ. ഇവിടെ ആയാലും നല്ല രീതിയിൽ പ്രകാശം വരുന്ന രീതിയിൽ അതിന്റെ പ്രൊവിഷൻസ് ചെയ്തിട്ടുണ്ട്. മേളിലേക്ക് കയറി വരുമ്പോൾ ഈ കാണുന്ന പോലെ വലിയൊരു ലിവിംഗ് സ്പേസ് ആണ്. ശരിക്കും നമുക്ക് ഈ ഒരു ബാൽക്കണി സ്പേസിലൂടെ പ്രത്യേകിച്ച് ഒരു എൻട്രിയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് നമ്മുടെ TV യൂണിറ്റ് വയ്ക്കാം. ഇവിടെ ആയാലും ഈ ഒരു പാർട്ടിഷനിൽ ഒത്തിരി അധികം വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വെച്ച് അലങ്കാരപ്പണികൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. ഇവിടെ ആയിട്ടാണ് നമ്മുടെ കിച്ചൺ വരുന്നത്. കിച്ചൺ ഇങ്ങനെ ഒരു ഓപ്പൺ കൗണ്ടർ കിച്ചണാണ്. അതിലായാലും ചിമ്മിനി എല്ലാം തന്നെ ഇൻസ്റ്റാൾഡ് ആണ്. ഇവിടെ ഈ സാധാരണഗതിയിൽ നമുക്ക് വരുന്ന ഒരു ഓപ്പൺ ടെറസ് ആ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു വർക്ക് ഏരിയ ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കിച്ചൺ അത് ഇഫ് ഇൻ കേസ് നിങ്ങൾക്ക് ചെറുതാണെന്ന് ഫീൽ ചെയ്താലും ഈ ഒരു വർക്ക് ഏരിയയും കൂടെ ഉള്ളതുകൊണ്ട് നല്ല സ്പേഷ്യസ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചുറ്റുവട്ടം നോക്കി ഇവിടെ ഫുള്ള് വീടുകളുള്ള ലൊക്കേഷനാണ്. ഈ ഭാഗത്തായിട്ട് തന്നെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട്. നമുക്കിവിടെയും ടോട്ടൽ 2 ബെഡ്റൂംസ് ആണ്. 2ഉം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂംസ് ആണ്. ബാത്റൂമിനകത്തുള്ള ഫിറ്റിങ്സ് ഒക്കെ നമ്മൾ താഴെ കണ്ടതുപോലെ പ്രീമിയം ഫിറ്റിങ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. എസ്കോ, ജാഗ്വാർ, കെറോവിറ്റ് അതുപോലുള്ള പ്രീമിയം ഫിറ്റിങ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് ഈ ഒരു ഫ്ലോറിൻ്റെ വാഷ് ഏരിയ സജ്ജീകരിച്ചിട്ടുണ്ട്. ഇതാണ് നമുക്ക് അടുത്തൊരു ബെഡ്റൂം. ഈ ബെഡ്റൂമിലേക്ക് നോക്കിയാൽ നമുക്ക് ഇതിനകത്ത് ചുമറിനകത്താക്കി ഇതുപോലൊരു സ്റ്റോറേജ് ഒരുക്കിയിട്ടുണ്ട്. അതിനകത്ത് മിറർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു ഡ്രസ്സിങ് ഏരിയ ആയിട്ട് മാറ്റിയെടുക്കാം. ഇവിടെ നമുക്ക് ഫുൾ ഹൈറ്റിൽ കബോർഡ് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂം ഫിറ്റിങ്സ് ഒക്കെ നമ്മൾ താഴെ കണ്ടതുപോലെ സിമിലർ ഫിറ്റിങ്സ് ആണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത്രയും ഹെവി ആയിട്ടുള്ള വർക്കൊക്കെ ചെയ്യുമ്പോഴത്തേക്കും വീടിന് 2-2.5 കോടിയൊക്കെ ആയിരിക്കും ചോദിക്കാമെന്ന് ചിന്തിക്കുന്നുണ്ടാവും. ഫുള്ളായിട്ട് ഇഷ്ടികയിൽ നിർമ്മിച്ച നല്ല ബ്രാൻഡ് ക്വാളിറ്റിയിൽ നിർമ്മിച്ച വീടാണ് കേട്ടോ. പക്ഷേ ഇതിന് ചോദിച്ചിട്ടുള്ള വില വന്നിട്ട് 1,80,00,000 രൂപയാണ് ചോദിക്കുന്ന വില. ഇത് നമ്മുടെ ബാൽക്കണി സ്പേസ് ആണ്. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഇത് 2 സെപ്പറേറ്റ് ആക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുവഴി സ്റ്റേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതുവഴി തന്നെ നമുക്ക് മേളിലേക്ക് കയറി വരാവുന്നതാണ്. അപ്പോൾ ടോട്ടലായിട്ട് 5 സെൻറ്റിൽ 2250 സ്ക്വയർ ഫീറ്റ് വരുന്ന നല്ലൊരു ലക്ഷറി വീടെന്ന് തന്നെ പറയാം. ഫുള്ളായിട്ട് ഇഷ്ടികയിൽ നിർമ്മിച്ചിട്ടുള്ള നീറ്റായിട്ടുള്ളൊരു വീട്. ഇതുപോലെ അടിപൊളി ഒരു പ്രൈം റെസിഡൻഷ്യൽ ലൊക്കേഷനിലാണ് പ്രോപ്പർട്ടി വരുന്നത്. താല്പര്യമുള്ളവർ നേരിട്ട് ഉടമയെ വിളിച്ച് ഉദ്ദേശിക്കുന്ന വില 1,80,00,000 രൂപയാണ്.